മടങ്ങി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ദേവസ്വത്തിൻ്റെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ, മറ്റ് വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ, ഇവരെല്ലാം തന്നെ ഈ ഒരു സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരിതാ ADM-ഉം എക്സിക്യൂട്ടീവ് ഓഫീസറും തുടങ്ങി പോലീസിൻ്റെ പ്രതിനിധികൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലെയും പ്രതിനിധികൾ ഈ ഒരു തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങാൻ ഇതാ യാത്രയാവുകയാണ്. അവരുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലയാണ് 18-ാം പടി കയറാൻ, അതായത് ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറാനുള്ള അവരുടെ അവകാശം, അല്ലെങ്കിൽ അവർക്കുള്ള അനുവാദം. ഈ മാലയണിഞ്ഞാൽ അവർക്ക് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും അനുഗ്രഹത്താൽ നൽകിയിരിക്കുന്ന ഈ മാലയണിഞ്ഞാൽ അവർക്ക് തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി 18-ാം പടി ഇരുമുടിക്കെട്ടില്ലാതെ കയറാം
അതാണ് ഈ മാലയുടെ വിശ്വാസം, അതിൻ്റെ സങ്കല്പം. എന്നാണെങ്കിലും ഇനി ഏതാനും നിമിഷം മാത്രമാണ്, ഏതാനും ഒരു മണിക്കൂർ പോലും തികച്ചുണ്ടെന്ന് പറയാനാകും. ഏതാണ്ട് 40-ലേറെ വർഷം അദ്ദേഹം ഈ പേടകം സന്നിധാനത്തേക്ക് ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തിരുമുറ്റത്തേക്ക് കൊടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇപ്പോൾ ശ്രീകോവിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. പിന്നീട് നടയടയ്ക്കും. തിരുവാഭരണങ്ങൾ ചാർത്തിയ ദീപാരാധനയ്ക്കായി മണി മുഴക്കും. നട തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് മറ്റൊരയ്യപ്പനെയാണ്. തയ്യാറെടുത്ത് നിൽക്കുകയും ഗുരുസ്വാമി മരുതവനശ്വരൻകുട്ടിയുടെ ശിരസിൽ നിന്ന് പേടകം മേൽശാന്തിയും ചേർന്ന് സ്വീകരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ ഭാവനക്കനുസരിച്ചാണ് ഹരിഹരപുത്രന്റെ ബ്രഹ്മചര്യം. പലരും ഗൃഹസ്ഥാശ്രമ ജീവിതം കഴിഞ്ഞാണ് സന്യാസത്തിലേക്ക് ശബരീശ്വരൻ ബാല്യവും യൗവനവും എല്ലാം ബ്രഹ്മചര്യം പല വിധത്തിൽ. ചിലർ ഒരു നിശ്ചിത കാലയളവിൽ മാത്രം ബ്രഹ്മചര്യം. സഹസ്രങ്ങൾ ഭക്തലക്ഷങ്ങൾ കാത്തിരുന്നത് സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രങ്ങളോടുകൂടി ശരണം വിളികളോടുക കിഴക്കൻ ചക്രവാളത്തിൽ പൊന്നമ്പലമേട്ടിൽ ദീപാരാധനയ്ക്ക് സമയത്ത് തന്നെ ദിവ്യ ജ്യോതിസ് തെളിയുന്ന മനോഹരമായ കാഴ്ച. ഭക്ത സഹസ്രങ്ങളുടെ ഭക്തകോടികളുടെ കണ്ടങ്ങളിൽ നിന്ന് ഉയരുന്ന ശരണം വിളികളിതാ ഇവിടെ അലയടിക്കുകയാണ്. സന്നിധാനം മുഴുവനും ആ ശരണമന്ത്രങ്ങൾ അലയടിക്കുന്ന ദിവ്യമായ ആ കേൾവി, ആ മന്ത്രങ്ങളുടെ അലയൊലിവിൽ ഒന്നാമത്തെ ജ്യോതി തെളിഞ്ഞ് രണ്ടാമത് വീണ്ടും ദിവ്യ ജ്യോതിസ് ആ പൊന്നമ്പലമേട്ടിലെ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നു. ആ ദിവ്യ ജ്യോതിസ് കണ്ട ജ്യോതിസ്വരൂപനായ ഭഗവാൻ ഈ മണികണ്ഠന്റെ ധർമ്മശാസ്താവിന്റെ ജ്യോതിസ്വരൂപനായ പ്രപഞ്ചശക്തിയായ ഭഗവാനെ കൺകുളിർക്കെ ജ്യോതിസ്വരൂപമായി ആരാധിക്കുന്ന ആ പരിപാവനമായ പവിത്രമായ ആ നിമിഷത്തിന് ലോകം മുഴുവൻ സാക്ഷിയാകുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ ആ മന്ത്രധ്വനികളോടുകൂടി ഈ അന്തരീക്ഷം മുഴുവൻ ശരണമന്ത്രങ്ങളാൽ അലയടിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഭഗവാന്റെ ദിവ്യ ജ്യോതിസ് മൂന്നാമതും തെളിഞ്ഞ് ഭഗവാന്റെ ഈ മകരസംക്രമ സന്ധ്യയിലെ ദിവ്യ നക്ഷത്രം ആകാശത്തിന് മുകളിലായി മുങ്ങിത്തിളങ്ങി ഉദിച്ചു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാം. ആ ആകാശത്തിന് മകര ജ്യോതിസ് തെളിഞ്ഞതിന് തൊട്ടുമുകളിലായി മകര നക്ഷത്രം